സൗഹൃദ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. മാലദ്വീപിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് ഇന്ത്യ. മടങ്ങിവരവിലെ ആദ്യ മത്സരത്തിൽ വലകുലുക്കി ഇന്ത്യക്കായി ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും കിലാഫ് അഹമ്മദാണ് ചേരുന്നത്. കിലാഫ്, എന്തായാലും ഇന്ത്യക്ക് ഈ ഒരു സൗഹൃദ മത്സരത്തിൽ വലിയ സന്തോഷം വരുന്ന ഒരു നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏത് രീതിയിലായിരുന്നു മത്സരം നടന്നത്? ഇന്ത്യക്കും അതേപോലെ സുനിൽ ഛേത്രിയുടെ ആരാധകർക്ക് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കും മികച്ചൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഇന്നത്തെ ഇന്ത്യയുടെ വിജയം. കാരണം നമുക്ക് അറിയാം, കഴിഞ്ഞ ജൂണിൽ സുനിൽ ഛേത്രി വിരമിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മനോല മാർക്കസും പിന്നെ അതേപോലെ AFF നടന്ന ചർച്ചയിലായിരുന്നു സുനിൽ ഛേത്രി തന്റെ വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ചുകൊണ്ട് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയത്. ഇന്ന് നടന്ന മാലദ്വീപിനെതിരെയുള്ള മത്സരത്തിൽ 76-ാം മിനിറ്റിൽ സുനിൽ ഛേത്രി ഗോൾ നേടുകയും ചെയ്തു. മാലദ്വീപിനെതിരെ സൗഹാർദ്ദ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോൾക്കാണ് ഇന്ത്യ ജയിച്ചത്. ഒരു ജയം പോലും ഇല്ലാത്ത 2024 കലണ്ടർ ഇന്ത്യ കഴിഞ്ഞ വർഷം ഒരു ജയം പോലും കലണ്ടർ വർഷത്തിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ 2025 ആദ്യ മത്സരത്തിൽ തന്നെ ജയത്തോടെ തുടങ്ങാനായത് ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ വർഷം നൽകുന്നത്. കൂടാതെ ഇന്ത്യക്കായി രാഹുൽ ബൈക്കും ലിസ്റ്റൻ കളാഷവും ഗോൾ നേടി. ഈ മാസം മാർച്ച് 25-ന് ബംഗ്ലാദേശിനെതിരെ AFC ചാമ്പ്യൻസ് ലീഗ് യോഗ്യതാ മത്സരം കൂടി നടക്കുന്നുണ്ട്. ഇതോടെ സുനിൽ ഛേത്രിയുടെ പ്രകടനം ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതാണ് സ്വാധീനം. ശരി കിലാഫ്.